ഹായ് ഫ്രണ്ട്സ്, മുഹാസ് പീഡിയയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്ന താരന്, അതേപോലെ മുടി കൊഴിച്ചിൽ, അകാലനര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു ഔഷധ കൂട്ടമായിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സുഹൃത്തുക്കളെ, നമ്മന്നുള്ളത് ഹാഫിൽ അബ്ദുറഹ്മാൻ അൻവരി ഉസ്താദിൻ്റെ കൂടെയാണ്. സർ, നമ്മളെ എല്ലാവർക്കും ഒരു ഹായ്. നമ്മളെന്താണെന്ന് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ്, അതായത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഔഷധക്കൂട്ടാണ്. ഇതിൽ ശരിക്കും ഉസ്താദിൽ എണ്ണയില്ലല്ലേ? എണ്ണയില്ല. ഇതെന്താണെന്ന് ഉസ്താദ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഇത് 10-15 ആയുർവേദ ഔഷധങ്ങളാണ് ഇതിലുള്ളത്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എണ്ണ കൂട്ടുമ്പോൾ അത് എന്തെണ്ണയാണെന്നോ, അല്ലെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്തതാണോ, അതല്ല നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ എണ്ണയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ, അതുപോലെ എണ്ണയുടെ കലർപ്പുണ്ടോ, എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേർത്തിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയത്തിനും ഇട കൊടുക്കാത്ത വിധത്തിൽ നമ്മൾ പച്ചമരുന്നുകൾ ശേഖരിച്ച് അത് മാത്രം ഇതിൽ ചേർത്ത് നിങ്ങൾക്ക് വിശ്വസ്തമായ എണ്ണ അതിലൊഴിച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ളത് എല്ലാം ആയുർവേദ സാധനങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും തുറന്നു നോക്കിയാൽ വ്യക്തമാകുന്ന വിധത്തിൽ രാമച്ചം, അതുപോലെ തന്നെ ഉണക്കനെല്ലിക്ക, വലമ്പിരി, അടമ്പിരി, ഇങ്ങനെയുള്ള ഉലുവ, കുരുമുളക് തുടങ്ങി 15 ഔഷധ സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇത് ചെയ്യാനുള്ള കാര്യം ഇതാണ്. നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് ഓയിലുകൾ ഇറങ്ങുന്നുണ്ട്. ആ ഓയിലുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പരസ്യത്തിൽ കാണുന്നതിലപ്പുറം ഉപയോഗിച്ചവരിൽ നിന്ന് തന്നെ പലപ്പോഴും പല ഫീഡ്ബാക്കുകളും നമ്മൾ കേൾക്കാറുമുണ്ട്. അപ്പോൾ ഇതൊരു വിശ്വസ്തമായി കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരുന്നതും, അതോടൊപ്പം ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ വിഷഗ്ഗരന്മാരെ കണ്ട് ഇതൊന്നും കൂടെ ഉറപ്പ് വരുത്തി ഇതിലെന്തൊക്കെ ആഡ് ചെയ്താലാണ് നമുക്ക് ഒരിക്കലും കുറച്ചും കൂടെ ഗുണം കിട്ടുക എന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ആയുർവേദ ചേരുവയാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത്. അതിൽ ആണുങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കലാണ്. സ്ത്രീകൾക്കാവുമ്പോൾ അത് നല്ലെണ്ണ ഉപയോഗിക്കുക. കാരണം രണ്ടു കൂട്ടരുടെയും മുടിയിൽ വ്യത്യാസമുള്ളതിൻ്റെ പേരിലാണ് ആ രീതിയിൽ ചോയ്സ് ചെയ്യാനുള്ള കാരണം. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള മെയിൻ ആധികാരികമായിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ട്? ഇപ്പോൾ നമ്മൾ ശരിക്കും ഇത് നമ്മളിപ്പോൾ ബേസ് ചെയ്തിട്ടുള്ളത് ലുലു മാളുകളിലാണ്. ലുലു മാളിൽ നമ്മൾ എടപ്പള്ളി ലുലു മാളിൽ നിന്നും തുടങ്ങി അവിടെ നിന്ന് പിന്നെ കയ്പമംഗലം, തൃപ്രയാറിലുള്ള വൈമാള്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കോയമ്പത്തൂർ, അതായത് ദക്ഷിണേന്ത്യയിലെ ഒരുവിധ എല്ലാ ലുലു മാളിലും ഇത് നമുക്ക് അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് ഞാൻ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തോളമായി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൽ ഇടുമ്പോൾ തന്നെ കളറാകെ മാറി നല്ലൊരു റെഡ് കളറായി മാറും. അതായത് 3 ദിവസം വെക്കണമല്ലോ ശരിക്കും? 3 ദിവസം എടുത്ത് വെക്കണം. അത് വെയിലൊളിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ വെറുതെ നാച്ചുറലായിട്ട് അവിടെ എടുത്ത് വെച്ചാൽ മതി. 3 ദിവസം കൊണ്ട് എണ്ണയിൽ ചെറിയ കളർ വ്യത്യാസം വരും. പിന്നെ കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതായത് സാധാരണ എണ്ണക്കൂട്ട് ഇങ്ങനെ വരുന്നുണ്ട്, 3-4 ഐറ്റംസ് അതിലുണ്ടാവുള്ളൂ. അതിൽ കളറ് വരാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക പൂവ് അതിലിട്ടുകൊണ്ടാണ് ആ കളറ് വരുത്തുന്നത്. ഇതങ്ങനെ കളറ് വരുത്താൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ, എന്നാൽ ഇതിലുള്ള രക്തചന്ദനം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കളർ ഇതിന് ലഭിക്കുന്നതാണ്. കളർ ഇതിൻ്റെ പ്രത്യേക ലക്ഷ്യമല്ല. ഇതിൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് മുഴുവനും തലയെ തണുപ്പിക്കുന്നതാണ്. തല തണുപ്പിച്ചാൽ, തല തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും തലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് തല ചൂടാവുന്നതുകൊണ്ടാണ്.
മുടി കൊഴിച്ചിലാവട്ടെ, താരനാവട്ടെ, നിരയാവട്ടെ, ഉറക്കക്കുറവാവട്ടെ, ഇതെല്ലാം വരുന്നത് തല ചൂടായതിൻ്റെ പേരിലാണ്. അപ്പോൾ ആ ചൂട് അവസാനിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഓയിലിനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ വിലയാണ്. ഒരു 100 മില്ലിക്കൊക്കെ നല്ല വില വരും. പക്ഷേ ഇത് ഒരു തവണ മേടിച്ചാൽ ഇതിൽ നമുക്ക് 450 മില്ലി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മുഴുവനും ഹെയർ ഓയിലായിട്ട് മാറുകയാണ്. 1-2 തവണ അത് പിന്നെയും ഉപയോഗിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ലാത്ത വിധത്തിലുള്ള കൂട്ടാണ് ഇതിലുള്ളത്. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ വെയിൽ കൊള്ളിക്കുന്നതാണ് ഒന്നും കൂടി നല്ലതല്ലേ? കുറച്ചും കൂടി നല്ലത് വെയിൽ കൊള്ളിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി നല്ലതാണ്. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് തരം ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റാ? ഇതിൽ ഉപയോഗിക്കാൻ പറ്റാത്തവരെന്ന് പറയുന്നത് ഈ സ്ഥിരമായിട്ട് അലർജിയുടെ പ്രശ്നം, അതായത് പിന്നെ തുമ്മൽ, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, ഇതുപോലെ അങ്ങനെ പിന്നെ സ്വമേധയാ തല തണുത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരുപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ആ തണുപ്പ് കൂടുന്നത് കൊണ്ടുള്ള അതുകൊണ്ട് പ്രശ്നങ്ങൾ അത് ഇപ്പോഴൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലിപ്പോൾ ഉപയോഗിക്കാൻ ഏറ്റവും ബെറ്റർ വെളിച്ചെണ്ണയും നല്ലെണ്ണ, അത് രണ്ടുമാണ് ഇതിൽ ഏറ്റവും ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം. അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതോറും നമ്മുടെ മുടി ഇങ്ങനെ ഹാർഡായിട്ടാണ് നിൽക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹാർഡ്നെസ് നല്ലതല്ലല്ലോ അത്. പിന്നെ അപ്പോൾ അവർക്ക് എള്ളെണ്ണ ഉപയോഗിക്കണം നല്ലത്. അപ്പോൾ അവർ സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്പയറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതിന് നമ്മൾ 2 വർഷം എക്സ്പയറി ഏകദേശം കണക്കാക്കി ഇടാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഇരിക്കും. പക്ഷേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉള്ള മാക്സിമം വാലിഡിറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിലിപ്പോൾ കേടായി പോകുന്ന സാധനങ്ങളൊന്നുമില്ല. കാരണം എല്ലാം നല്ലോണം ഡ്രൈ ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതന്നെ. അപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് തന്നെ പിന്നെ വിഷയമൊന്നുമില്ല. ഏകദേശം എന്നാലും 2 വർഷമാണ് നമ്മളൊരു ഏകദേശം എക്സ്പയറി എന്നുള്ള വിധത്തിൽ ചിന്തിച്ചിട്ടുള്ളത്. പിന്നെ ഉസ്താദ് നമ്മളിനി എന്താണ് അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും ഇനിയിപ്പോൾ തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്നത് തേനാണ്. അപ്പോൾ തേനിനെ കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തേൻ നേരെ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കളയാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ തേനും ചെറുതേനും അതുപോലെ തന്നെ ആയുർവേദിക്കിലെ 1-2 ഐറ്റംസുകളൊക്കെ ഉടനെ തന്നെ ഗോതമ്പിൻ്റെ അവില്, അങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെ ഫോറസ്റ്റ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും തേനുണ്ടാവും, ഗോതമ്പിൻ്റെ അവില്, അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ. അപ്പം നമസ്കാരം, ഞാൻ തോഹ അബ്ദുൾ സലീം, CP ഫോറസ്റ്റ് ആയുർവേദ എണ്ണക്കൂട്ടിൻ്റെ ചീഫ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. 15ഓളം പച്ചമരുന്നുകളുടെ കൂട്ടമായ CP ഫോറസ്റ്റ് ആയുർവേദ എണ്ണക്കൂട്ട് കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഓൺലൈനിലൂടെ കസ്റ്റമറുകൾക്ക് അവൈലബിളായ ഒരു പ്രൊഡക്റ്റാണ്. അതുകൂടാതെ കഴിഞ്ഞ 2 വർഷത്തോളമായി ദക്ഷിണേന്ത്യയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഇത് ഇപ്പോൾ ലഭ്യമാണ്. 15ഓളം പച്ചമരുന്നുകൾ ഒരു കൃത്യമായ അളവിൽ ചേർത്ത് അതൊരു ബോട്ടിലാക്കി അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കസ്റ്റമർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു നോട്ടീസ് കൂടി വെച്ചാണ് കസ്റ്റമർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ള കസ്റ്റമർക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അതോടൊപ്പം ഓൺലൈനിലൂടെ കസ്റ്റമർക്ക് അവൈലബിൾ ആണ്. കസ്റ്റമർ കെയർ നമ്പറിൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചുകൊണ്ട് അതേ നമ്പറിലുള്ള ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളുടെ പണം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഇപ്പോൾ ബിസിനസ്സൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട്? എങ്ങനെയുണ്ട്? ബിസിനസ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതിനെ വലിയൊരു വിഷയമാക്കി എടുക്കാതെ തന്നെ ഇതിൻ്റെ സാധാരണ ഒരു സെയിലായിട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ എന്ന് പറയുന്നത് ആഴ്ചയിലെന്ന പോലെ നമുക്ക് ഓർഡർ വന്നിരുന്നു. അങ്ങനെ 500 എണ്ണത്തിൻ്റെ ഓർഡർ മാസത്തിൽ ചിലപ്പോൾ 1-2 തവണയൊക്കെ 500 എണ്ണം വെച്ചിട്ടുള്ള ഓർഡർ വരും. അത്രയൊക്കെ അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ എടപ്പള്ളിയിലും
വളരെ നന്നായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പോകുന്നുണ്ട്. പിന്നെ പലരും അവിടെ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്, ആന്ധ്രയിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ നിന്ന് അതിനെ ബൾക്കായിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് എസ് എ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അതെ അതെ. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മൾ നടക്കുന്നത് ലുലുവും പിന്നെ അതേപോലെ ഓൺലൈൻ മാർക്കറ്റിംഗും ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഓൺലൈൻ വരുമ്പോൾ തന്നെ എല്ലാവരും വീടുകളിലേക്ക് എത്തി. പിന്നെ വിദേശങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഹൈദരാബാദിൽ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക്, അതായത് ദുബായിലും അവിടെയൊക്കെ ലുലുമാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത് ഇതിനെ വൈഡാക്കാൻ തന്നെയാണ്. കാരണം ഇതിലെ കസ്റ്റമേഴ്സിൻ്റെ റിപ്ലൈ വരുന്നത് വളരെ മനോഹരമാണ്. അവർ ഒരെണ്ണം കൊണ്ടുപോയി ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു സഹോദരൻ്റെ അന്ന് ഗൾഫിലേക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ആളുടെ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നത്തിൽ കഷണ്ടി പോലെ നിന്ന് ഒരു മുടി പ്രശ്നമായിരുന്നു. അപ്പോൾ ആൾ കൊണ്ടുപോയി ഉപയോഗിച്ചതിന് ശേഷം എന്നോട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 8 എണ്ണം കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 8 എണ്ണം വിദേശത്തേക്ക് ആ സഹോദരൻ്റെ റൂമിലുള്ള എല്ലാവരും ആവശ്യപ്പെട്ട് അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരിലൊക്കെ ഇതിങ്ങനെ സപ്ലൈ ചെയ്തവരൊക്കെ ആ വഴിക്കൂടെ നമുക്ക് കുറേ ബിസിനസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറയില്ല, ഞാനിപ്പോൾ ഒരെണ്ണം അന്ന് കൊണ്ടുപോയതാണ്, ഓഫീസിൽ കൊണ്ടുപോയി ഓഫീസിലുള്ള എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പം ഞാൻ തന്നെ റെഗുലറായിട്ട്, അതായത് നല്ലൊരു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണവണം ഉച്ചക്കൊക്കെ, പിന്നെ ഉറക്കം വന്നിട്ടും പാടുണ്ടാവില്ല. അതൊരു പ്ലസ് ആണോ നെഗറ്റീവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല ഉറക്കം വരില്ലാണ്, അതായത് നല്ല തണവാണ് തലക്ക്. ഉറക്കം കൂടുന്നവർക്ക് നെഗറ്റീവായിരിക്കും. അതന്നെ ഉറക്കം കൂടുതലുള്ള ആൾക്കാർക്ക് നെഗറ്റീവ്. കാരണം ജനങ്ങളിപ്പോൾ പ്രകൃതിയിലേക്ക് മടങ്ങണം. എല്ലാ കാര്യത്തിലും ആയുർവേദിക്, പ്രകൃതി ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എണ്ണകൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും കൂട്ടുണ്ടോ, കെമിക്കലുണ്ടോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടോ. നമ്മളെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. 15 ആയുർവേദ ഐറ്റംസ് അതിലുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഇത് അഴിച്ചിങ്ങനെ കുടഞ്ഞാൽ ഇതെല്ലാം കിട്ടും. എല്ലാം പുറത്തേക്ക് വന്ന് നമുക്കെടുത്ത് ഓരോന്ന് നോക്കിയാൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. പ്രത്യേകിച്ച് ലുലുമാൾ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വെക്കുമ്പോൾ അത്രയും നമ്മൾ പിന്നെ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം എവിടേക്കൊക്കെ ഈ സാധനങ്ങൾ എത്തുന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നെങ്ങാനും എന്തെങ്കിലും നമുക്ക് മൈനസായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മായമില്ലാതെ, അതായത് നമ്മൾ ഡയറക്റ്റ് ചക്കിലാട്ടി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റുള്ള വെളിച്ചെണ്ണയോ ഇതിൽ ആഡ് ചെയ്യാം, എണ്ണയോ എന്ത് ആഡ് ചെയ്യാം, നമുക്ക് ധൈര്യപ്പെട്ട് ഉപയോഗിക്കാം. ഇന്നെല്ലാവരും ഒരു ചെറിയ പ്രായം മുതലേ എല്ലാവരും പെട്ടെന്ന് നരയ്ക്കുക, ഒരുപാട് വിഷയങ്ങളുണ്ട് കുടി സംബന്ധമായിട്ട്. ഒന്നാമത് കുറേയൊക്കെ വെള്ളം പിന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഈ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാവരും ഇത് കാണുന്ന, ഇത് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആസ് പെർ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രൊമോഷന് വേണ്ടി നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 1-2 പേർക്ക് നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും നമ്മളെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങളെല്ലാവരുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പ്രൊഡക്റ്റുകളും അതേപോലെ പുതുമയാർന്ന പുതിയ ഐറ്റംസ് ഒക്കെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു.